നമസ്കാരം. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റ് ഇന്ത്യൻ സമൂഹം. നിരവധി പേരാണ് പ്രധാനമന്ത്രിയെ കാണാനായി സിംഗപ്പൂരിൽ തടിച്ചുകൂടിയത്. പ്രത്യേക വേഷവിധാനത്തോടെയാണ് ഇന്ത്യയുടെ തനത് നൃത്തച്ചുവടുകളുമായിട്ടാണ് പ്രവാസി ഭാരതീയർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. മഹാരാഷ്ട്രയിലെ തനത് കലാരൂപമായ ലാവനി നൃത്തം ഉൾപ്പെടെയാണ് ഒരുക്കിയത്. നൃത്തസംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡോൾ കലാകാരന്മാർക്കൊപ്പമാണ് പ്രധാനമന്ത്രിയും ഡോളിൽ താളമിട്ടത്. പ്രധാനമന്ത്രി കൂടി ചേർന്നതോടെ സംഘത്തിന്റെ ആവേശം ഇരട്ടിയായി. 1 മിനിറ്റോളം അദ്ദേഹം ഡോളിൽ താളം മുഴക്കി. കലാകാരന്മാരെ അഭിനന്ദിച്ച ശേഷമാണ് മുന്നോട്ട് നീങ്ങിയത്. പ്രധാനമന്ത്രി ഡോൾ കൊട്ടുന്ന വീഡിയോ ഇന്റർനെറ്റിലും തരംഗമായി. വാദ്യോപകരണങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ കമ്പം നേരത്തെ പല ഘട്ടങ്ങളിലും ചടങ്ങുകളിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തിയത്. ചാങ്കി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ നേതാക്കളുമായും ബിസിനസ് പ്രമുഖന്മാരുമായും അദ്ദേഹം ചർച്ചകൾ സംഘടിപ്പിക്കും. അതേസമയം ഇതിനു മുൻപ് നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സന്ദർശനത്തിൽ എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെ തള്ളിക്കളയാൻ ഭാരതവും ബ്രൂണൈയും ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസനാൽ ബോൾക്കിയും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ആസിയാൻ ഭാരത സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള ആസിയയിൽ കേന്ദ്രത്തിന് ആതിഥേയത്വം വഹിക്കാൻ ബ്രൂണൈയുടെ ശ്രമങ്ങൾക്കുള്ള ഭാരതത്തിന്റെ പിന്തുണയും സുൽത്താൻ എടുത്തു പറഞ്ഞു. 3ാം കാലയളവിന്റെ തുടക്കത്തിൽ ബ്രൂണൈ സന്ദർശിക്കാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവസരം ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് മോദി പറഞ്ഞു. ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ 40ാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് സന്ദർശനം. ഭാരതത്തിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിലും ഭാരത പസഫിക് കാഴ്ചപ്പാടിലും ബ്രൂണൈ പ്രധാന പങ്കാളിയാണ്. 10ാം വർഷത്തിലെത്തിയ ആക്ട് ഈസ്റ്റ് നയം ശക്തമാക്കാനുള്ള ഭാരതത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായാണ് സന്ദർശനമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ഊർജം, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ശേഷി വികസനം, സാംസ്കാരികം, ജനങ്ങൾ തമ്മിലെ വിനിമയം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നേതാക്കൾ ചർച്ച നടത്തി. ICT, ഫിൻടെക്, സൈബർ സുരക്ഷ, പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ, പുനരൂപീകരണ ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം തുടങ്ങാനും ധാരണയായി. ടെലിമെട്രി നിരീക്ഷണം, ടെലികമാൻഡ് സ്റ്റേഷനുകൾക്കായുള്ള ഉപഗ്രഹ നിക്ഷേപണ വാഹനങ്ങളുടെ പ്രവർത്തനത്തിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും ബ്രൂണൈ ഗതാഗത വിവര വിനിമയ മന്ത്രി പെങ്കിറൻ ഡാറ്റോ ഷംഹാരി മുസ്തഫയും ഒപ്പുവെച്ചു. ബത്തർസേരി ബെഹ്വയും ചൈനയ്ക്കുമിടയിൽ നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനും തീരുമാനിച്ചു. വെബ് ഡെസ്ക് തത്വമായി. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.